ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 4 റിംജിം പാഠ്യപുസ്തകത്തിലെ കിർമിച്ച് കി ഗേന്ദ് എന്ന അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ओके, लेट्स स्टार्ट. किरमिच की गेंद. गर्मी की छुट्टियां थी. दोपहर के समय ദിനേശ് घर में बैठा कोई कहानी पढ़ रहा था. കിർമിച്ച് എന്ന് പറഞ്ഞാൽ ഒരു തരം കട്ടിയുള്ള ഒരു തുണിയാണ്. ഇതൊക്കെ ടെൻറ്റൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഒരു തുണി. അപ്പോൾ ആ തുണി കൊണ്ടുണ്ടാക്കിയ ബോളാണ് കിർമിച്ച് കി ഗേന്ദ്, പന്ത്. ഗർമിക്ക് ചുട്ടിയാം എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ തുടങ്ങി. ആ സമയത്ത് ഉച്ച സമയം, दोपहर के समय ദിനേശ് घर में बैठा कोई कहानी पढ़ रहा था. ദിനേശ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കഥ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് तभी पेड़ के पत्तों को हिलाती हुई कोई वस्तु धम से घर के पीछे वाले बगीचे में गिरी. घर के पीछे वाला ബഗീച്ച എന്ന് പറഞ്ഞാൽ ബാക്ക് യാർഡിൽ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിലുള്ള ഇലകളൊക്കെ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. അതുമാത്രമല്ല, അവിടെ എന്തോ വന്ന് സാധനം വീണ ഒരു സൗണ്ടും കേട്ടു. ധാം സെ घर के पीछे वाले बगीचे में गिरी. ദിനേശ് ആവാസ് സെ പഹചാൻ ഗയാ കി വ വസ്തു ക്യാ ഹോ സക്തി ഹൈ. ദിനേശിന് എന്തോ ഐഡിയ കിട്ടി അവിടെ എന്ത് സാധനമായിരിക്കും അത് വീണത് എന്ന്. വ എക്ദം സെ ഉട്ട്കർ ബറാമദേ കെ ചിക് സർക്കാക്കർ ബഗീച്ചെ കി ഓർ ഭാഗ. എക്ദം സെ ഉട്ട്കർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എണീറ്റു. ഉടനെ എണീറ്റ് വരാന്തയിൽ പോയിട്ട് വേഗം എന്താ ചെയ്തത്? ചിക് സർക്കാക്കർ. ചിക്ക് എന്ന് പറഞ്ഞാൽ ഒരു തരം കർട്ടനാണ്. അത് ബാംബു ഇതുകൊണ്ടുണ്ടാക്കിയ ഒരു കർട്ടനാണ് ചിക്ക് എന്ന് പറയും. അത് വേഗം അവിടെ നിന്ന് വേഗം മാറ്റി പുറത്തോട്ട് ഇറങ്ങി. ബഗീച്ചയ്ക്ക് ഓർ ഭാഗ, ഓടി അവിടെ നിന്ന്. അരെ ബേട്ടാ കഹാ ജാ രഹാ ഹെ, ബാഹർ ലൂ ചൽ റഹി ഹെ. അപ്പോഴേക്കും അമ്മ കണ്ടു ദിനേശ് ഓടുന്നത്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞേ? എവിടെ പോവാ നീ? ലൂ ഉണ്ട്. ലൂ എന്ന് പറഞ്ഞാൽ ഈ ചൂട് കാറ്റാണ്. ഈ സമ്മർ വെക്കേഷൻ അല്ലേ, അപ്പോൾ ചൂട് കാലമാണ്. ആ ചൂട് കാലത്ത് ഇങ്ങനെ നല്ല ചൂടുള്ള കാറ്റ് ഇങ്ങനെ അടിക്കും. അതിനെയാണ് ലൂ എന്ന് പറയുന്നത്. ബാഹർ ലൂ ചൽ റഹി ഹെ. ദിനേശ് കി മാ മെഷീൻ ചലാത്തെ ചലാത്തെ ഏകദം ജോർ സെ ബോലി. അമ്മ ഇങ്ങനെ മെഷീനിൽ വർക്ക് ചെയ്യായിരുന്നു, തുന്നുകയായിരുന്നു. ആ സമയത്ത് ഉടനെ കണ്ടപ്പാടെയായിരുന്നു അമ്മ വേഗം വിളിച്ചു പറഞ്ഞു, പുറത്ത് എവിടെയാ പോകുന്നത്? പുറത്ത് പോകല്ലേ, ലൂ ഉണ്ട് പുറത്ത് എന്ന് പറഞ്ഞു. परंतु दिनेश रुका नहीं. उसने पैरों में चप्पल भी नहीं पहनी. जून का महीना था. ആ സമയത്ത് ജൂൺ മാസമായിരുന്നു. അവിടെ സമ്മറായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ സമ്മറിൽ നല്ല ചൂടായിരിക്കും അവിടെ. അപ്പോൾ ആ സമയത്ത് ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല ദിനേശ്, മറന്നുപോയി. പരന്തു ദിനേശ് റുക്കാനെ, അമ്മ വിളിച്ചതിന് ശേഷവും ദിനേശ് നിൽക്കാതെ ചെപ്പലും ഇല്ലാതെ പുറത്തോട്ട് ഓടി. ധർത്തി തവേക്ക് തര തപ് രഹി थी. തവ എന്ന് പറഞ്ഞ തവയിലെ പോലെ ഇങ്ങനെ പൊള്ളുന്നുണ്ടായിരുന്നു ധർത്തി, അതായത് നിലമൊക്കെ നല്ല ചൂടായിരുന്നു. पर दिनेश को पैरों के जलने की भी चिंता नहीं थी. वह जहाँ से आवाज़ आई थी उसी और भाग चला. അങ്ങനെ ദിനേശിനാണെങ്കിലോ അതിങ്ങനെ കാല് പൊള്ളുന്ന അതുപോലും ചിന്ത പോലും ഇല്ലായിരുന്നു. കാല് പൊള്ളും എന്ന ചിന്ത, അത് എവിടെയാണോ സൗണ്ട് കേട്ടിട്ട് ആ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ഓടാൻ തുടങ്ങി. सामने की क्यारी में भिंडियों के ऊंचे ऊंचे पौधे थे. एक और सीताफल की घनी बेल ഫാലി ഹുയി തി. അതായത് മുമ്പിൽ ക്യാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം വെട്ടിക്കൊടുക്കുന്നതാണ് കൃഷിക്ക് വേണ്ടിയിട്ട്, കാണ പോലെ അല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഊഞ്ച് പൗധയത്തെ, നീളമുള്ള ഇങ്ങനെ ചെടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭിണ്ടി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഫിംഗറിൻ്റെ. അപ്പോൾ ഏക് ഓർ സീതാഫൾക്ക് ഘനി ബേൽ ഫാലി ഹുയി. ഒരു സ്ഥലത്താണെങ്കിലോ ഒരു സൈഡിൽ സീതാഫളിൻ്റെ ആ ബേൽ, അതായത് വേലിങ്ങനെ താഴെ ഇങ്ങനെ പടർന്ന് കിടക്കുകയായിരുന്നു. ഘനി ബേൽ, നല്ല തിക്കായിട്ട്. ക്യാരിയോ കെ ചാറോ ഓർ ഹരേ ഹരേ കേലയ്ക്ക് വൃക്ഷ ലഹരാ രഹേ थे. അങ്ങനെ ക്യാരികൾ ചെയ്തതിൻ്റെ 4 വശവും ഇങ്ങനെ വാഴക്കൃഷി ഉണ്ടായിരുന്നു. അത് കേലേക്ക് വൃക്ഷ ലഹരാ രഹേ थे, നല്ല കാറ്റിലിങ്ങനെ ലഹരാ രഹേ थे. ദിനേശ് ने ജൽദി ഭിണ്ടിയോं के पौधों को ഉലട്ടന ആരംഭിക്കുക. ഇങ്ങനെ അത് തപ്പാനായിട്ട് എന്ത് സാധനം അത് വീണതെന്ന് നോക്കാനായിട്ട് ആ ഭിണ്ടി, ലേഡീസ് ഫിംഗറിൻ്റെ ആ ചെടികൾ അപ്പുറത്തിപ്പുറത്തൊക്കെ ആക്കാൻ തുടങ്ങി. उलटना आरंभ किया തുടങ്ങി. जब वहाँ कुछ नहीं मिला तो उसने सारी सीताफल की बेल छान मारी. അവിടെ ഒന്നും കിട്ടിയില്ല എന്നായപ്പോൾ സീതാഫളിൻ്റെ ആ ബേലിൻ്റെ അവിടെയൊക്കെ പോയിട്ട് തപ്പി നോക്കാൻ തുടങ്ങി. ബറാബർ മേ ഹി ഘൂസ് നെ ഗഡ്ഡെ ബനാ റഖേ താ. അതിൻ്റെ ജസ്റ്റ് പാരലായിട്ട് അവിടെ എന്താ ചെയ്തത്? ബറാബർ എന്ന് പറഞ്ഞാൽ പാരലായിട്ട് അവിടെ ഘൂസ് എന്ന് പറഞ്ഞാൽ ഒരു തരം എലി തന്നെയാണ്, മറ്റേ തൊരപ്പനെ പോലെ നല്ല വലിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ, ഗഡ്ഡ. അപ്പോൾ ढूंढते जब उसकी निगाह उधर गई तो उसने देखा कि गड्ढे के ऊपर ही एक बिल्कुल नई चमचमाती किरमिच की गेंद पड़ी है. അപ്പോൾ അവിടെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ
എവിടെയാ ശ്രദ്ധ പോയത്? ആ ഹോളല്ലേ, ഒരു വലിയ ഹോള് കണ്ടു അവിടെ. നിഗാഹ് ഉദർ ഗയി എന്ന് പറഞ്ഞാൽ അവിടെ ശ്രദ്ധ പോയത്, ദൃഷ്ടി അവിടെ പോയി എന്നാണ് പറയുന്നത്. ഉസ്നെ ദേഖാ കി ഗഡ്ഡയ്ക്ക് ഊപ്പർ ഹേ ബിൽക്കുൽ നയി ചംചമാത്തി കിർമിച്ച് കി ഗേന്ദ് പടി ഹെ. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്താ ഉണ്ടായിരുന്നത്? ശരിക്കും പുതിയതായിട്ടുള്ള നെയ് ചംചമാത്തി തിളങ്ങുന്ന കിർമിച്ചിൻ്റെ പന്ത് അവിടെ ഉണ്ടായിരുന്നു. ദിനേശ് നെ ഹാത്ത് ബടാക്കർ ഗേന്ദ് ഉഠാലി. ദിനേശ് ഇങ്ങനെ കൈ നീട്ടി അത് വേഗം ബോൾ കിസിനെ ഉസ്സെ ആജ് ഹി ബാസാർ സെ ഖരീദാ ഹെ. അത് കാണുമ്പോൾ ശരിക്കും തോന്നും ഇപ്പോൾ പുതുതായിട്ട് മേടിച്ച ബോളാണ്, ബാസാർ അതായത് മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ബോളാണ് എന്ന് തോന്നും അതിൻ്റെ ആ തിളക്കം കാണുമ്പോൾ. ഉസ്നെ ഉസെ ഉലട്ട് പലട്ട് കർ ദേഖാ പരന്തു കുച്ച് ഭി സമജ് മേ നഹി ആയ. അപ്പോൾ എന്താ ചെയ്തത്? ദിനേശ് അതിനെ അപ്പുറത്തിപ്പുറത്ത് നോക്കി, നല്ലോണം നോക്കി, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലായില്ല. സമജ് മേ നഹി ആയ, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടിയില്ല. नज़र उठाकर उसने पास की तिमंजिली इमारत की ओर देखा कि हो सकता है किसी बच्चे ने इसे ऊपर से फेंका हो, परंतु उस इमारत के इस ओर खुलने वाली सभी दरवाजे और खिड़कियां बंद थे. അപ്പോൾ പെട്ടെന്ന് നോക്കി, ഇങ്ങനെ ശ്രദ്ധ എവിടെയാണ് പോയത്? നസർ അങ്ങോട്ട് നോക്കാൻ തുടങ്ങി. എവിടെ? തിമൻസിലി ഇമാരത്ത്, ആ അവിടെ ഉണ്ടായിരുന്ന ജസ്റ്റ് വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന തിമൻസിലി, അതായത് 3 നില കെട്ടിടം, തിമൻസിലി ഇമാരത്ത് എന്ന കെട്ടിടം. ഉസ്കി ഓർ ദേഖാ कि हो सकता है किसी बच्चे ने इसे ऊपर से फेंका हो. തിമൻസിലി അല്ലേ, 3 നിലയല്ലേ, അപ്പോൾ മോളിൽ നിന്ന് എങ്ങാനും ഒരു കുട്ടി എറിഞ്ഞിട്ടുണ്ടാവോ ഇവിടെ താഴെ എന്ന് വിചാരിച്ചു. परंतु उस इमारत के इस और खुलने वाली सभी दरवाजे और खिड़कियां बंद थे. പക്ഷേ ആ തിമൻസിലി ബിൽഡിങ്ങിലാണെങ്കിൽ ഈ സൈഡിലോട്ട്, അതായത് വീടിൻ്റെ ഈ സൈഡിലോട്ട് കതകും ഇതും എന്താ ജനലും ഒന്നും തുറന്ന് കിടക്കുന്നില്ല. അപ്പോൾ ഛത് കി മുണ്ടേർ സെ ലേക്കർ നീച്ചെ തക് തേസ് ധൂപ്പ് ചിൽച്ചിലാ റഹി തി. ആ സമയത്ത് അവിടെ എന്തായിരുന്നു? സമ്മർ സീസൺ. അപ്പോൾ ഈ വീടിൻ്റെ ഛത്ത്, അതായത് റൂഫിൻ്റെ അവിടെ നിന്ന് മുണ്ടേർ സെ ലേക്കർ നീച്ചെ തക് തേസ് ധൂപ്പ് ചൽ റഹി തി, നല്ല വെയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫിർ കോൺ ഖരീദ് സക്താ ഹൈ നയി ഗേന്ദ്. ദിനേശ് ने സുധീർ, അനിൽ, അരവിന്ദ്, ആനന്ദ്, ദീപക് സഭി കെ നാം മൻമേ ദോഹറായ. അപ്പോൾ ആരായിരിക്കും ഇത് മേടിച്ച് കാണുക? പുതിയ പന്ത് സുധീർ ആയിരിക്കോ, അനിലായിരിക്കോ, അതോ അരവിന്ദോ, ആനന്ദോ, അതോ ദീപക്കോ? സബിക്ക് നാം മൻമേ ദോഹറായ. അതൊക്കെ എല്ലാവരുടെയും ഇങ്ങനെ പേരുകൾ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, റിപ്പീറ്റ് ചെയ്തിട്ട്. യദി ഗേന്ദ് ഖരീദി ബി ഹൈ തോ ഇസ് ദോപഹരി മേ ഇസെ നീച്ചെ കോൺ ഫെങ്കേഗ. ഇപ്പം ആരെങ്കിലും മേടിച്ചാൽ തന്നെ ഈ സമയത്ത്, അതായത് ഈ ഉച്ച സമയത്ത് ആരെങ്കിലും ബോൾ കൊണ്ട് കളിക്കുമോ? ആരെങ്കിലും ഈ സമയത്ത് ആ പന്ത് എറിയോ ഇവിടെ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഹോ ന ഹോ യ ഗേന്ദ് ബാഹർ സെ ഹി ആയി ഹെ. തീർച്ചയായും ഇത് പുറത്തുനിന്ന് വന്നതാണ് എന്തായാലും. उसने सड़क पर बने गोल चक्कर के बगीचे की ओर देखा, परंतु वहाँ पर केवल 2-4 गायें ही दिखाई पड़ी. അപ്പോൾ അവിടെ ഇറങ്ങി നോക്കുമ്പോൾ സടക്ക് എന്ന് പറഞ്ഞാൽ റോഡിലോട്ട് ഇറങ്ങി നോക്കുമ്പോൾ ആ ഗോൾ ചക്കർ, ആ സർക്കിൾ ഉണ്ടാവില്ല, ആ ജംഗ്ഷൻ, അവിടെയാണെങ്കിൽ ബഗീച്ചയ്ക്ക് ഓർ ദേഖ, അവിടുത്തെ ആ സർക്കിളിലുള്ള ഒരു ബഗീച്ചയുണ്ട്, ഒരു ഗാർഡൻ പോലെയുണ്ട്. ആ ഗാർഡൻ്റെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, അവിടെ നിന്നെങ്ങാനുമാണ് ഈ പന്ത് വന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കി. ദേഖ പരന്തു, പക്ഷേ വഹാപ്പർ കേവൽ വെറും എന്താ ഉണ്ടായിരുന്നത്? 2-4 ഗായേ ഹി ദിഖായി പടി. 2-4 പശുക്കളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. जो पेड़ों के नीचे सुस्ता रही थी. उसे ध्यान आया कि जाने कितनी बार अपने मोहल्ले के बच्चों की गेंदें क्रिकेट खेलते हुए दूर चली गई और फिर कभी नहीं मिली. അപ്പോൾ അവിടെ ഇങ്ങനെ ആ ജംഗ്ഷനിൽ നോക്കുമ്പോൾ എന്താ ഉണ്ടായിരുന്നത്? പശുക്കൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യായിരുന്നു, ഇങ്ങനെ മടി പിടിച്ച് സുസ്താ റഹീത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഉസെ ധ്യാൻ ആയ കി ജാനെ കിത്നി ബാർ, എത്രയോ പ്രാവശ്യം പെട്ടെന്ന് ഓർമ്മ വന്നു, എത്രയോ പ്രാവശ്യം ഈ പന്തുകൾ ഈ കുട്ടികൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എവിടെയൊക്കെയോ പോയി വീണിട്ട് അത് കിട്ടാതാവാറുണ്ട്. फिर कभी नहीं मिली, കിട്ടിയിട്ടുമില്ല. एक बार तो एक गेंद एक चलते हुए ट्रक में भी जा पड़ी. അങ്ങനെ ഓടുന്ന ട്രക്കിൽ പോലും ഒരു ദിവസം ഇങ്ങനെ കളിക്കുമ്പോൾ ക്രിക്കറ്റ് പോയി വീണിട്ടുണ്ട്. അങ്ങനെ തബി ഭീതർ സേ മാക്കിയ ആവാസായി. അപ്പോൾ അകത്തുനിന്ന് അമ്മയുടെ സൗണ്ട് വന്നു, അമ്മ വിളിക്കുന്ന സൗണ്ട്. അരേ ദിനേശ് തു സുനേഗ നഹി, നീ കേൾക്കത്തില്ലേ? എന്താ ചെയ്യുന്നതെന്ന രീതിയിൽ അമ്മ ചോദിച്ചു. സബ് അപ്നെ അപ്നെ ഘറോ മേ സോ രഹേ ഹെ ഓർ തു ധൂപ് മേ ഘൂം രഹാ ഹെ. എല്ലാവരും അവരവരുടെ വീട്ടിൽ ഉറങ്ങുകയാണ്, നീയാണെങ്കിലോ ഇവിടെ എണീറ്റിരിക്കുക. സോ രഹേ ഓർ തു ധൂപ് മേ ഘൂം രഹാ, ഈ വെയിലത്ത് നീ കറങ്ങുകയാണ്, എന്തിനാ ഈ വെയിലത്ത് പോകുന്നതെന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു ദിനേശിനെ.
ദിനേശ് ഗേന്ദ് को हाथ में लिए हुए भीतर आ गया. ദിനേശ് പന്തും പിടിച്ചിട്ട് വീട്ടിൽ അകത്ത് കയറി. ठंडे फर्श पर बिछी चटाई पर वह लेट गया और सोचने लगा. ठंडे ഫർഷ് എന്ന് പറഞ്ഞാൽ നിലം, നല്ല തണുത്ത നിലത്തിൽ. കാരണം ചൂട് കാലത്ത് ഇങ്ങനെ നിലത്ത് കിടക്കാൻ നല്ല സുഖമാണ്, പുറത്ത് നല്ല ചൂടാണ്. അപ്പോൾ അകത്ത് ഈ നിലമൊക്കെ കുറച്ചെങ്കിലും തണുപ്പുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ठंडे ഫർഷ് पर നിലത്തിങ്ങനെ ബിച്ചി ചട്ടായി पर ചട്ടായി ഇതുണ്ടായിരുന്നു, എന്താ മെത്ത വിരിച്ചിട്ടുണ്ടായിരുന്നു. ആ മെത്തയിൽ ഇങ്ങനെ ലേട്ട് ഗയ കിടന്നു. और सोचने लगा, ഇങ്ങനെ ആലോചിച്ച്, എന്താ ആലോചിച്ചത്? भले ही यह गेंद मोहल्ले में से किसी की न हो, परंतु ईमानदारी इसी में है कि एक बार सबसे पूछ लिया जाए. ഇത് ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ആരുടെങ്കിലും ഇല്ലാതാവട്ടെ. भले ही यह गेंद मोहल्ले में किसी की न हो, ഈ ഏരിയയിലുണ്ട ആ മൊഹല്ല, ആ മറ്റേ സ്ഥലത്തുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ തന്നെയും परंतु ईमानदारी इसी में है कि एक बार सबसे पूछ लिया जाए. ആരുടെങ്കിലും എന്താ ഈമാൻദാരി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ അല്ലേ, അത് ചോദിക്കണം എന്നാണ് ദിനേശിന് മനസ്സിൽ തോന്നിയത്. എല്ലാവരോടും ചോദിക്കണം, ഇത് അവരുടെ പന്താണോ എന്ന് സത്യസന്ധമായിട്ട് ചോദിക്കണം എന്നായിരുന്നു ദിനേശ് ഇങ്ങനെ ആലോചിച്ച് കിടന്നത്. गर्मी की छुट्टियां थी. बच्चों ने खेलने की सुविधा को ध्यान में रखते हुए एक ക്ലബ് बनाया हुआ था. അപ്പോൾ സമ്മർ വെക്കേഷൻ അല്ലേ, അപ്പോൾ ആ സമയത്ത് കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് എന്താ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു, ഒരു ക്ലബ്ബ് പോലെ ഉണ്ടാക്കി. സുവിധ എന്ന് പറഞ്ഞാൽ അവരുടെ സൗകര്യത്തിന്, അവർക്ക് കളിക്കാനുള്ള സൗകര്യത്തിനായിട്ട് അവർ ഒരു ക്ലബ്ബ് ഉണ്ടാക്കി. उस क्लब में सभी बच्चों के लिए बल्ले थे और गेंद खरीदने के लिए वे आपस में क्लब का चंदा देकर पैसे इकट्ठा कर लेते थे. ഇതാണെങ്കിലോ എല്ലാവരുടെയും കയ്യിൽ ബല്ലെ, അതായത് ബാറ്റ് ഉണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിൽ. പക്ഷെ പന്ത് മേടിക്കാനായിട്ട് അവരെല്ലാവരും കൂടെ ചന്ത, അതായത് ഇങ്ങനെ ക്ലബിൻ്റെ പേരിൽ ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കാശ് ചോദിക്കും. അപ്പോൾ അങ്ങനെ അവർ കുറേ കാശ് ഇങ്ങനെ ഒരുമിച്ച് ആക്കിയിട്ടാണ് പിന്നെയാണ് അവർ പന്ത് മേടിക്കാറ് സാധാരണ. അപ്പോൾ ഷാംകോ സാരെ ബച്ചി ഇഖട്ടാ ഹുവേ, അങ്ങനെ വൈകിട്ടായപ്പോൾ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി ക്ലബ്ബിൽ. ദിനേശ് ने सभी से पूछा, ദിനേശ് എല്ലാവരോടും ചോദിച്ചു, मुझे गेंद मिली है, अगर तुम में से किसी की गेंद खो गई हो तो वह गेंद की पहचान बताकर गेंद मुझसे ले सकता है. അപ്പോൾ എനിക്കൊരു പന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പന്ത് ആരുടെയെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെഹച്ചാൻ, അതായത് നിങ്ങളുടെ പന്ത് എങ്ങനെയാണ് കാണാൻ എന്ന് അത് പറഞ്ഞെങ്കിൽ പിന്നെ ഞാനത് തരാം. അതായത് ബത്താക്കർ ഗേന്ദ് മുझसे ले सकता है, അതിന് ശേഷം നിങ്ങൾക്ക് ആ പന്ത് കൊണ്ടുപോവാം. തബി അനിൽ ബോല, ഗേന്ദ് तो मेरी खो गई है, എൻ്റെ കാണാതായിട്ടുണ്ടല്ലോ ഗേന്ദ് എന്ന് അനിൽ പറഞ്ഞു. കബ് खोई थी तेरी गेंद എന്ന് ചോദിച്ചു ആര്? ദിനേശ്. യ कोई 4 महीने पहले, ഒരു 4 മാസം മുമ്പ് കളഞ്ഞു പോയതാന്ന് പറഞ്ഞു. तो वह गेंद तेरी नहीं है, ദിനേശ് ने कहा, അപ്പോൾ നിൻ്റെ അല്ല അത് എന്ന് ദിനേശ് പറഞ്ഞു. फिर वह मेरी होगी, സുധീർ പറഞ്ഞു. അപ്പം തന്നെ സുധീർ പറഞ്ഞു, അപ്പം എൻ്റെ ആയിരിക്കും. उस पर अपना अधिकार जताते हुआ, वह कैसे? ദിനേശ് ने पूछा. तू मुझे गेंद दिखा दे, मैं अपनी निशानी बता दूंगा. നീ എനിക്ക് പന്ത് കാണിക്ക്, അതിന് ശേഷം അതിൻ്റെ അടയാളമൊക്കെ ഞാൻ പറയാം. वाह यह कैसे हो सकता है? ദിനേശ് बोला, അതെങ്ങനെ ശരിയാവും? ഗെയിം ദേക്കർ നിശാനി ബത്താന കോൺസാ കെട്ടിന് അത് എത്ര പ്രയാസമൊന്നുമല്ല. പന്ത് കണ്ടിട്ട് അതിൻ്റെ അടയാളം പറയുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ബിന ദേഖേ ബത്ത തബ് ജാനു, നോക്കാതെ ഒന്ന് പറ, അപ്പം ഞാൻ പറയാം, അപ്പോൾ പറയാം നിൻ്റെ പന്താണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു ദിനേശ്. तभी ऊपर से दीपक उतर आया. അപ്പോൾ ദീപക് അവിടെ നിന്ന് ഇറങ്ങി വന്നു. दीपक अपना मतलब सिद्ध करने तथा अवसर पड़ने पर सभी को मित्र बना लेने में चतुर था. ദീപക് ആണെങ്കിലോ ദീപകിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? മത്ലബ് സിദ്ധ് കർണെ, അതായത് തൻ്റെ കാര്യം നടക്കാനായിട്ട് എന്തെങ്കിലും അവസരം കിട്ടിയ ഉടനെ അത് സബീക്കോ മിത്ര ബനാനെ, ആൾക്കാരെയും വേഗം പറ്റിച്ച് കൈക്കലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ചതുർത്ഥ അതായത് നല്ല മിടുക്കനായിരുന്നു. ഗേന്ദ് കി ബാത് സുൻകർ ദീപക് ബോല ഗേന്ദ് മേരി ഹെ. ദീപക് അപ്പോൾ ഈ ബോളിൻ്റെ കാര്യം കേട്ടപ്പാട് ദീപക് പറഞ്ഞു, ബോൾ മേരി ഹെ എന്ന് പറഞ്ഞു. कैसे तेरी है? सभी ने एक साथ पूछा, എല്ലാവരും കൂടെ ചോദിച്ചു, എങ്ങനെ നിൻ്റെ ആവോ അത്? कल ही तो तू कह रहा था कि इस बार तेरे पापा तुझे गेंद लाने के लिए पैसे नहीं दे रहे हैं. ഇന്നലെ തന്നെയല്ലേ നീ പറഞ്ഞത് അച്ഛന് കാശ് കൊടുക്കുന്നില്ല പന്ത് മേടിക്കാനായിട്ട് എന്ന്, ഇന്നലെയല്ലേ നീ പറഞ്ഞത് എന്ന് എല്ലാവരും കൂടെ ചോദിച്ചു. മേരി ഗേന്ദ് तो 5 महीने पहले कोई थी, 5 മാസം മുമ്പ് എൻ്റെ ബോൾ കാണാതായത്. ദീപക് ने कहा. जब बड़े भैया की शादी हुई थी ना, तभी सुनील ने मेरी गेंद छत पर से नीचे फेंक दी थी. അപ്പോൾ സുനിലാണ് ചെയ്തത് ആ പന്ത്. സുനിൽ ഒരു ദിവസം ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് സുനിലാണ് എൻ്റെ പന്ത് താഴോട്ട് എറിഞ്ഞ് കാണാതായത് എൻ്റെ പന്ത് എന്ന് പറഞ്ഞു. ദിനേശ് अच्छी तरह जानता था कि यह गेंद
दीपक की नहीं है. ദീപകിൻ്റെ അല്ലാന്ന് ദിനേശിന് നല്ലോണം അറിയായിരുന്നു. दीपक की गेंद 5 महीने पहले खोई थी और यह कभी हो ही नहीं सकता कि गेंद 5-6 महीने पड़ी रहे और പറഞ്ഞു उस पर मिट्टी का एक भी दाग न लगे. അതായത് എനിക്ക് എന്തായാലും വിശ്വാസമില്ല. കാരണം എന്താ കാര്യം, ഇപ്പം 5-6 മാസം മുമ്പ് കളഞ്ഞു പോയ പന്താണെങ്കിൽ അതിൽ മണ്ണുണ്ടാവും അല്ലേ, മണ്ണിങ്ങനെ കൊണ്ടിട്ടുണ്ടാവും, പൊടിയൊക്കെ ഉണ്ടാവും. പക്ഷേ പറയുന്നത് ഈ പന്താണെങ്കിൽ നല്ലോണം തിളങ്ങുന്നുണ്ട്, ഇപ്പോഴും പുതുതായിട്ട് ആരോ മേടിച്ചു കൊണ്ടുവന്ന പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദിനേശിന് അറിയാം ദീപക് കള്ളം പറയുകയാണെന്ന്. ദീപകിനെ കഹാ मैं कुछ नहीं जानता, गेंद मेरी है, वो मेरी है और सिर्फ मेरी है. അപ്പോൾ ദീപക് പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട, അത് ബോൾ എൻ്റേതാണ്, എൻ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമാണ്, സിർഫ് മേരി ഹെ, എൻ്റേത് മാത്രം. अरे जा जा बड़ा आया गेंद वाला, क्या सबूत है कि यही गेंद नीचे फेंकी थी, अनिल ने पूछा. അനിൽ ചോദിച്ചു, വാ പോ, നിൻ്റെ പന്ത് വലിയ ആൾ വന്നിട്ടുണ്ട്, പന്തിൻ്റെ ആൾ വന്നിട്ടുണ്ട്, എന്ത് പ്രൂഫുണ്ട് നിൻ്റെ കയ്യിൽ, ഈ പന്ത് തന്നെയാണ് അന്ന് സുനിൽ താഴെ എറിഞ്ഞതെന്ന്. അപ്പോൾ ദീപക് പറഞ്ഞു, ആ സബൂത്ത് ഹേ, മുझे गेंद दिखा दो, मैं फ़ौरन बता दूंगा. എൻ്റെ അടുത്തൊക്കെ പ്രൂഫൊക്കെ ഉണ്ട്, നീ ഒന്ന് പന്ത് കാണിക്ക്, അതിന് ശേഷം ഉടനെ ഞാൻ പറയാം. ഫോറൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ പറയാം എന്ന് പറഞ്ഞു. ദിനേശിനെ ദേഖാ കി झगड़ा बढ़ रहा है. അപ്പോൾ ദിനേശിന് തോന്നി നല്ലോണം വഴക്ക് കൂടുന്നുണ്ട്. झगड़ा बढ़ रहा है. और गेंद हथियाने के लिए दीपक സുധീർ और സുനിൽ का सहारा ले रहा है. അപ്പോൾ ഗേന്ദ് ഹത്യാനയ്ക്ക് ലിയെ, ഹത്യാന എന്ന് പറഞ്ഞാൽ അത് പിടിച്ചെടുക്കുക അല്ലേ, അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട്. ഗേന്ദ് ഹത്യാനയ്ക്ക് ലിയെ ദീപക്കും പിന്നെ സുധീറും അനിലിൻ്റെയും കൂട്ടുപിടിക്കുകയാണ് ദീപക് അല്ലേ. അങ്ങനെ അവരെ മനസ്സിലാക്കിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ആ സഹാറ ലേ റഹാ ഹെ, അവരുടെ കൂട്ടുപിടിക്കുകയാണ്. वह जानता था कि यदि गेंद दीपक के पास चली गई तो ये तीनों मिलकर खेलेंगे. ഇപ്പോൾ പന്തെങ്ങാനും ദീപകിൻ്റെ കയ്യിൽ പോയാൽ പിന്നെ അവർ മൂന്നുപേരും കൂടെ കളിച്ച് തീർക്കും. अच्छा मैं गेंद ला रहा हूँ, परंतु जब तक पक्का सबूत नहीं मिलेगा मैं किसी को दूंगा नहीं, ദിനേശ് നെ കഹാ. ആ ശരി, ഞാൻ പോയിട്ട് പന്ത് കൊണ്ടുവരികയാണ്, ഇനി അതിൻ്റെ ശരിയായ പ്രൂഫ്, അതായത് അത് നിങ്ങളുടെ തന്നെയാണെന്ന പ്രൂഫ് കിട്ടിയാൽ മാത്രമേ ഞാൻ പന്ത് അവർക്ക് നൽകത്തുള്ളൂ എന്ന് പറഞ്ഞു. गेंद आ गई. दीपक उसे देखते ही बोला, यह मेरी है, यही है मेरी गेंद. ये लाल रंग का निशान मेरी ही गेंद पर था. അപ്പോൾ തന്നെ ദീപക് ഉടനെ പന്ത് കണ്ടപ്പാട് ദീപക് പറഞ്ഞു, ഇതന്നെയാണ് എൻ്റെ പന്ത്, ഇതിന് റെഡ് കളറിൻ്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു, ഇതന്നെയാണ് എൻ്റെ പന്ത് എന്ന് പറഞ്ഞു. വാ സബീ ഗേന്ദോ पर ऐसे ही निशान होते हैं. എല്ലാ പന്തിലും ഇങ്ങനെ റെഡ് കളറിൻ്റെ അടയാളമൊക്കെ ഉണ്ടാവാറുണ്ട്. അനിൽ ने दिनेश का साथ देते हुए कहा. ദിനേശിന് സപ്പോർട്ടായിട്ട് അനിൽ ഇങ്ങനെ പറഞ്ഞു. दीपक ने फिर जोर लगाया. വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങി. जोर लगाया എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചിങ്ങനെ പറയാൻ തുടങ്ങി. मैं अपने पापा से कहला सकता हूँ कि गेंद मेरी है. ഞാൻ അച്ഛനോട് പറഞ്ഞ് പറയിപ്പിക്കും ഇത് എൻ്റെ പന്താണെന്ന് അച്ഛൻ വന്ന് പറയുന്ന ആ രീതിയിൽ പറഞ്ഞു. अरे जा, ऐसे तो मैंने अपने बड़े भाई से कहलवा सकता हूँ कि गेंद दिनेश की है. അങ്ങനെയാണെങ്കിൽ എൻ്റെ വലിയേട്ടനുണ്ടല്ലോ, വലിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറയിപ്പിക്കും വലിയേട്ടനെ കൊണ്ട്, ഈ പന്ത് ദിനേശിൻ്റെ ആണെന്ന് പറയിപ്പിക്കും എന്ന് അനിൽ പറഞ്ഞു. कुछ भी हो गेंद मेरी है, ദീപക് ने उसे धरती पर मारते हुए कहा. ഇങ്ങനെ പന്ത് എടുത്തിട്ട് ഇങ്ങനെ ജമീൻ, അതായത് ഇങ്ങനെ നിലത്തിങ്ങനെ അടിച്ചിട്ട്, അതായത് അത് ബൗൺസ് ചെയ്യുമല്ലോ പന്ത്, അപ്പോൾ ധർത്തി पर टप्पा पड़ते ही मेरी गेंद में से ऐसी ही आवाज़ आती है എന്ന് പറഞ്ഞു. എല്ലാ പന്തുകൾക്കും അങ്ങനെ ആവും അല്ലേ, സൗണ്ട് വരും. പക്ഷേ എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ് ദീപക്. അപ്പോൾ അതിനായിട്ട് പന്തിങ്ങനെ വലിച്ചിങ്ങനെ നിലത്തിങ്ങനെ എറിഞ്ഞിട്ട് കണ്ടോ സൗണ്ട് വരുന്നത് എന്ന രീതിയിൽ പറഞ്ഞു. ധർത്തി पर टप्पा पड़ते ही मेरी गेंद में से ऐसी ही आवाज़ आती है. ഇങ്ങനെ എറിയുമ്പോൾ എൻ്റെ പന്തിൽ നിന്ന് ഇങ്ങനെ തന്നെയാണ് സൗണ്ട് വരുന്നതെന്ന് ദീപക് പറഞ്ഞു. मेरे साथ बाजार चल, दुकानों पर जितनी गेंदें हैं सभी के टप्पे की आवाज़ ऐसे ही होगी എന്ന് അനിൽ പറഞ്ഞു. നീ എൻ്റെ കൂടെ മാർക്കറ്റിൽ വാ, മാർക്കറ്റിലുള്ള എല്ലാ കടകളിലുള്ള പന്തൊക്കെ ഞാൻ എറിഞ്ഞ് കാണിക്കാം, അതിൻ്റെ എല്ലാത്തിൻ്റെ സൗണ്ട് ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ബാത്ത് കാട്ടി ഇടയ്ക്ക് കയറി പറഞ്ഞു. अच्छी बात है तो मैं इसे सड़क पर फेंक दूंगा, देखूं कैसे कोई खेलेगा, നോക്കട്ടെ, നല്ല കാര്യം, ഞാൻ ഇതിനെ എറിയുവാണ്, അതിന് ആരും എങ്ങനെ കളിക്കും നോക്കട്ടെ എന്ന് പറഞ്ഞു. दीपक ने जैसे ही गेंद को सड़क पर फेंकने के लिए हाथ उठाया कि अनिल और दिनेश ने उसे पकड़ लिया. ദീപക് ജസ്റ്റ് ഒന്ന് എറിയാനായിട്ട് കൈ ഉയർത്തിയപ്പോഴേക്കും എന്താ ചെയ്ത്, എറിയാനായിട്ട് കൈ ഉയർത്തിയപ്പോൾ അനിലും ദിനേശും വേഗം കയറി പിടിച്ചു എറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. अब दीपक ने रुआं से होते हुए अपना अंतिम हथियार आजमाया.
റുവാ സെ ഹോത്തെ ഹോ എന്ന് പറഞ്ഞാൽ നാടകം തുടങ്ങി അല്ലേ, ഇങ്ങനെ കരയുന്ന ഒരുതരം മുഖമാക്കിയിട്ട് ഇങ്ങനെ അന്തിം ഹത്യാർ ആസ്മായ, അതായത് അവസാനത്തെ അടവ് എന്ന് പറയത്തില്ലേ, അവസാനത്തെ ആയുധം ഇറക്കി. ആസ്മായ എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു നോക്കി. ബോല യാ തോ ഗേന്ദ് മുझे दे दो नहीं तो मैं इसके पैसे സുനിൽ से लूँगा. നീ അല്ലെങ്കിൽ എനിക്ക് ഇത് പന്ത് ഇങ്ങോട്ട് എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ സുനിലിൻ്റെ അടുത്ത് നിന്ന് കാശ് മേടിക്കും എന്ന് പറഞ്ഞു. अब तो सुनील दीपक और सुधीर का गुट मजबूत होने लगा था. അങ്ങനെ അവരുടെ ഗ്രൂപ്പ്, അതായത് സുനിൽ കാശ് കൊടുക്കേണ്ടി വരുന്നു പേടിച്ചിട്ട് വീണ്ടും സുനിലും ദീപക്കിൻ്റെ കൂടെ ഇങ്ങനെ കൂടി. അപ്പോൾ സുനിലും ദീപക്കും സുധീറും ഇപ്പോൾ ഗ്രൂപ്പായ അല്ലേ, ഗുഡ് മസ്ബൂത്ത് ഹോനെ ലഗ, അവരുടെ സ്ട്രോങ് ആവാൻ തുടങ്ങി ഗ്രൂപ്പ്. तीनों का ही कहना था कि गेंद दीपक की है और उसे ही मिलनी चाहिए. അങ്ങനെ 3 പേരും കൂടെ പറയാൻ തുടങ്ങി പന്ത് ദീപക്കിൻ്റേതാണെന്നും അങ്ങനെ ദീപക്കിന് തന്നെയാണ് ആ പന്ത് കിട്ടേണ്ടതെന്നും അങ്ങനെ പറഞ്ഞ് തുടങ്ങി. ദിനേശ് തക് ചുപ് ഥ, ആ സമയം വരെ ദിനേശ് മിണ്ടാതിരിക്കുകയായിരുന്നു. ഇവർ വഴക്ക് കൂടാൻ തുടങ്ങി അല്ലേ. വാസ്തവ में दिनेश का मन उस समय सबके साथ मिलकर उस गेंद से खेलने को कर रहा था. എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ആ പന്ത് ഉപയോഗിച്ച് കളിക്കണം എന്നായിരുന്നു ദിനേശിൻ്റെ മനസ്സിൽ. ബോല അബ് ചുപ് ബി റഹോ ഝഗഡ ബാദ് മേ കർ ലെങ്കി, ഇനി മിണ്ടാതിരിക്കുക, ഇനി വഴക്കൊക്കെ പിന്നെ ചെയ്യാം, വഴക്കൊക്കെ പിന്നെ ഇടാം. अपने अपने बल्ले ले आओ पहले खेल लें. ആദ്യം എല്ലാവരും അവരവരുടെ ബാറ്റ് കൊണ്ടുപോവാ. ബല്ല എന്ന് പറഞ്ഞാൽ ബാറ്റ് അല്ലേ, ബല്ലെ ലേ ആവോ പഹലെ ഖേൽ ലേ, ആദ്യം കളിക്കാൻ ഞങ്ങൾക്ക് ഈ പന്ത് ഉപയോഗിച്ചിട്ട് എന്ന് ദിനേശ് പറഞ്ഞു. 5 मिनट के भीतर ही खेल आरंभ हो गया. 5 മിനിറ്റിനുള്ളിൽ തന്നെ കളി തുടങ്ങി. ദിനേശ് बल्लेबाजी कर रहा था, ദിനേശ് ആയിരുന്നു ബാറ്റിംഗ്. अभी 2-4 बार ही खेला था कि वह चमकदार नई गेंद एकदम ज़ोर से उछली. അതായത് ജസ്റ്റ് 2-4 പ്രാവശ്യം ഇങ്ങനെ കളിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് ഈ ഷൈനിങ് ഉള്ള ആ നല്ല പുതിയ പന്ത് അത് ശരിക്കും ഏകദം जोर से उछली, നല്ല ബലത്തിൽ ഇങ്ങനെ ബൗൺസ് ആയി പോയി. दरवाज़ा पार कर सड़क पर जाते हुए एक स्कूटर में बनी सामान रखने वाली जालीदार टोकरी में जा गिरी. ആ ഗേറ്റും കടന്ന് റോഡിലൂടെ ഒരാൾ സ്കൂട്ടറിൽ പോകുന്നുണ്ടായിരുന്നു. ആ സ്കൂട്ടറിൽ മുമ്പിലുള്ള ആ ഗ്രില്ല് പോലത്തെ ഒരു കുട്ടയുണ്ടാവും അല്ലേ, ജാലിദാർ ടോക്കരി, അതിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം, അതിൽ പോയിട്ട് ഈ പന്ത് വന്ന് വീണു. സ്കൂട്ടർ വാലിക്കോ ഷായത് പത്താ ഭി നഹി ചലാ, സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്ക് അത് അയാൾ അറിഞ്ഞതുപോലും ഉണ്ടായിരുന്നില്ല. തേസി സെ ചലത്തെ ഹുവേ സ്കൂട്ടർ കെ സാത്ത് ഗേന്ദ് ഭി ചലി ഗയി, അങ്ങനെ അയാൾ സ്പീഡിൽ ഓടിച്ചു പോയായിരുന്നു അല്ലേ. അപ്പോൾ ആ സ്പീഡിൽ ഓടിക്കുന്ന ആ സ്കൂട്ടറിൻ്റെ കൂടെ തന്നെ ആ പന്തും പോയി, ഗേന്ദ് ഭി ചലി ഗയി. ബच्चे पहले तो चिल्लाते हुए स्कूटर के पीछे भागे, ഒച്ചയിട്ടിട്ട് സ്കൂട്ടറിൻ്റെ പിറകിൽ ഇങ്ങനെ ഓടി, പന്ത് അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് അവരിങ്ങനെ പിറകിൽ തന്നെ ഓടി. परंतु जल्दी ही सब रुक गए, പെട്ടെന്ന് വേഗം തന്നെ എല്ലാവരും നിന്നു, അവിടെ തന്നെ നിന്നു. പിന്നെ അതിന് ശേഷം वे समझ गए थे कि स्कूटर के पीछे भागना बेकार है. एक पल के लिए सभी ने एक दूसरे की ओर देखा और फिर सभी ठहाका मारकर हंस पड़े. അവർക്ക് മനസ്സിലായി ഇനി ഓടിയിട്ട് കാര്യമില്ല സ്കൂട്ടറിൻ്റെ പിറകിൽ, കാരണം അത്ര സ്പീഡിലാണ് അയാൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ പന്തും പോയി. പിന്നെ ഒരു നിമിഷം ഏക് പൽ കെ ലിയെ സഭീനെ ഏക് ദൂസരേക്ക് ഓർ ദേഖ, എല്ലാവരും തമ്മി മുഖത്തോട് മുഖം നോക്കി. और फिर सभी ठहाका मारकर हंस पड़े, എല്ലാവരും ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. എല്ലാവരും തമ്മി നോക്കി പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. ആ പന്ത് ആർക്കും ഇല്ലാതായി അല്ലേ. दिनेश की माँ मशीन चलाते चलाते बोली, बेटा कहाँ जा रहे हो? दिनेश की माँ कौन सी मशीन चला रही होंगी? तुमने इस मशीन को कहाँ कहाँ देखा है? അതായത് ദിനേശിൻ്റെ അമ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ മെഷീനിൽ. അപ്പോൾ ആ സമയത്ത് അമ്മ ഇങ്ങനെ ചോദിച്ചു അല്ലേ എവിടെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ദിനേശ് കി മാ കോൺസി മെഷീൻ ചലാ റഹി ഹോങ്കി, ഏത് മെഷീനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. തുമ്നെ ഇസ് മെഷീൻ കോ കഹാ കഹാ ദേഖാ, എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, ദിനേശ് ने सारी सीताफल की बेल छान मारी. दिनेश क्या खोज रहा था? दिनेश को कैसे पता चला होगा कि क्यारी में वही चीज़ गिरी है? ദിനേശ് എന്താ ചെയ്തത്, ആ സീതാഫലിൻ്റെ ആ ഇതൊക്കെ എന്താ വേലിയൊക്കെ ഇങ്ങനെ തപ്പി നോക്കുമായിരുന്നു അല്ലേ ഇടയ്ക്കൊക്കെ കയറിയിട്ട്. ദിനേശ് ക്യാ ഖോജ് रहा था, എന്താ നോക്കിക്കൊണ്ടിരുന്നത്. ദിനേശ് को कैसे पता चला होगा कि क्यारी में वही चीज़ गिरी है, ആ സാധനം തന്നെയാണ് വീണതെന്ന് ദിനേശിന് എങ്ങനെ മനസ്സിലായി. പിന്നെ അടുത്തത്, ദിനേശ് अच्छी तरह जानता था कि गेंद दीपक की नहीं है. दिनेश को यह बात कैसे पता चली
कि गेंद दीपक की हो ही नहीं सकती और दीपक बार बार गेंद को अपनी क्यों बता रहा होगा. ദിനേശിന് എങ്ങനെ നല്ലോണം അറിയായിരുന്നു ദീപക്കിൻ്റെ അല്ല ആ പന്ത് എന്ന്. പിന്നെ അടുത്തത് ദിനേശിന് ഈ കാര്യം എങ്ങനെ മനസ്സിലായി, അത് ദീപക്കിൻ്റെ ഒട്ടും ദീപക്കിൻ്റെ ആവാൻ സാധ്യതയില്ല എന്നാണ് ദിനേശിന് അറിയാമായിരുന്നു. പിന്നെ ദീപക് ബാർ ബാർ ഗേന്ദ് കോ അപ്നി ക്യൂ ബത്താ രഹാ ഹോഗ, തൻ്റേതാണ് എന്ന് ദീപക് എന്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇനി ആൻസറിലോട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദിനേശ് കി മാ സിലായി മെഷീൻ ചലാ റഹി ഹൈ. ഏത് മെഷീനാണ്? സിലായി, തുന്നുന്ന മെഷീൻ അല്ലേ. പിന്നെ ഹംനെ ഇസ് മെഷീൻ കോ അപ്നെ ഘർ, പടോസിയോ കെ ഘർ വ ദർജി കെ ദുക്കാനോ പർ ദേഖാ ഹൈ. അതായത് ഈ മെഷീൻ, അതായത് സ്വിങ് മെഷീൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? എല്ലാവരുടെയും കൂടുതൽ പേരുടെ വീട്ടിലും ഈ സ്വിങ് മെഷീൻ ഉണ്ടാവും അല്ലേ, തുന്നാനായിട്ട്. പിന്നെ പടോസിയും നെയ്ബേഴ്സിൻ്റെ വീട്ടിലൊക്കെ കണ്ടു കാണും. പിന്നെ ദർജി എന്ന് പറഞ്ഞാൽ തുന്നൽക്കാരൻ അല്ലേ, സ്റ്റിച്ച് ചെയ്യുന്ന ആൾ. ദർജിക്ക് ദുക്കാനോ പർ ദേഖാ ഹൈ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്, ദിനേശ് ക്രിക്കറ്റ് കി ഗേന്ദ് ഖോജ് രഹാ താ. എന്താണ് തപ്പിക്കൊണ്ടിരുന്നത്? ക്രിക്കറ്റിൻ്റെ പന്ത്. ദിനേശ് കി ക്യാരി മേ കിസി ചീസ് കെ ഗിർനെ കി ആവാസ് സുനായി ദീ തി. ഏതോ ശബ്ദം കേട്ടതാണ് അല്ലേ ദിനേശ്. ഉസ്നെ ഉസ്സെ അന്താസ ലഗായ കി യഹാ ഗേന്ദ് ഗിരി ഹോഗി. ഇവിടെ പന്താണ് വീണത് എന്ന് ദിനേശിന് ഇങ്ങനെ ഇമാജിൻ ചെയ്തെടുത്തതാണ്, ഏകദേശം ഊഹം വെച്ചതാണ്. അന്താസ എന്ന് പറഞ്ഞാൽ ഊഹം. दिनेश को जो गेंद मिली थी वह नई चमचमाती गेंद थी और दीपक ने बताया कि 5 महीने पहले उसकी गेंद खोई थी. इससे पता चला कि गेंद दीपक की नहीं थी. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലായത് ദീപക്കിൻ്റെ അല്ല എന്ന്? കാരണം ദിനേശിന് കിട്ടിയത് നല്ല തിളങ്ങുന്ന പുതിയ ടൈപ്പ് പന്തായിരുന്നു അല്ലേ. പക്ഷെ ദീപക് പറഞ്ഞത് എന്താണ്? 5 മാസം മുമ്പാണ് പന്ത് കാണാതായത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ദിനേശിന് മനസ്സിലായി അത് ദീപക്കിൻ്റെ പന്തല്ല എന്ന്. दीपक बार बार गेंद को अपनी इसलिए बता रहा होगा क्योंकि वह गेंद लेना चाहता था. എന്തുകൊണ്ടാണ് ദീപക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് അവർ ചോദിച്ചത്. ആ പന്ത് എൻ്റേതാണെന്ന്. കാരണം ദീപക് ബാർ ബാർ ഗേന്ദ് കോ അപ്നി ഇസ്ലിയെ ബത്താ രഹാ ഹോഗാ. എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ക്യോങ്കി വ ഗേന്ദ് ലേനാ ചാത്താ താ. അതുകൊണ്ട് അവന് പന്ത് വേണമെന്നൊരാഗ്രഹം അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത്, दीपक ने गेंद को अपना बताने के लिए उसके बारे में कौन कौन सी बातें बताई. അതായത് ആ പന്ത് തൻ്റേതാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ദീപക്. പിന്നെ അടുത്തത്, अगर दीपक और दिनेश गेंद के बारे में फैसला करवाने तुम्हारे पास आते तो तुम गेंद किसे देती. यह भी बताओ कि तुम यह फैसला किन बातों को ध्यान में रखकर देती. നിങ്ങളുടെ പക്കലാണ് ദീപക്കും ദിനേശും വരുന്നത്, ആരുടെയാണ് ഈ പന്ത് എന്ന് തീരുമാനിച്ചെടുക്കാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരുടെ പക്ഷത്തായിരിക്കും? അതായത് യഹ് ഭി ബതാओ कि तुम फैसला किन बातों को ध्यान में रखकर करोगी. तो तुम गेंद किसे देती, ആർക്ക് പന്ത് കൊടുക്കും. അതുമാത്രമല്ല ഏതൊക്കെ ആധാരം, അതായത് ഏതൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് തീരുമാനം. ഫൈസല എന്ന് പറഞ്ഞാൽ തീരുമാനം. കിൻ ബാത്തോക്കോ ധ്യാൻ മേ റക്കർ കർത്തി. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ആ തീരുമാനം എടുക്കുക എന്നാണ് ചോദിച്ചത്. ദീപക് നെ ഗേന്ദ് കോ അപ്ന ബതാനെ കെ ലിയെ നിമ്നലിഖിത് ബാത്തേ ബതായി. എന്തൊക്കെയാണ് പറഞ്ഞത്? ദീപക് തൻ്റേതാണ് പന്ത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദീപക് നെ ബതായ कि गेंद 5 महीने पहले खोई थी. 5 മാസം മുമ്പാണ് കാണാതായത് പന്ത്. मेरी गेंद पर लाल रंग का ऐसा ही निशाना था. ഇതുപോലത്തെ റെഡ് കളർ അടയാളമാണ് എൻ്റെ പന്തിലുണ്ടായിരുന്നത്. പിന്നെ യഹ് വ പാപ്പാ സെ कहलवा सकता है कि गेंद मेरी है. പറയുകയാണ് ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് ഇത് പറയിപ്പിക്കും എന്നല്ല പേടിപ്പിക്കുന്നത് ദീപക്. പിന്നെ ഉസ്കി ഗേന്ദ് സെ ऐसी ही ठप्पे की आवाज़ आती थी. അപ്പോൾ ദീപക്കിൻ്റെ ആ ഇതിൽ നിന്ന്, അതായത് മറ്റേ പന്തിൽ നിന്ന് ആ ടപ്പയുടെ ആ സൗണ്ടും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് ദീപക് ശ്രമിച്ചു. ഗേന്ദ് ദിനേശ് കോ ദി ജാനി ചാഹിയേ തി. ഇപ്പം ഞാനായിരുന്നെങ്കിൽ ദിനേശിനെ കൊടുക്കത്തുള്ളൂ. ഉസ്നെ സച്ച് ബതാ ദിയാ താ कि जबकि दीपक झूठ बोल रहा था. സത്യമായിരുന്നു പറഞ്ഞത് ദിനേശ് അല്ലേ. അപ്പോൾ ദീപക് ആണെങ്കിലോ കള്ളം പറയുകയായിരുന്നു. ദീപക് की गेंद 5 महीने पहले खोई थी जबकि दिनेश को मिली हुई गेंद नहीं थी. അപ്പോൾ ദിനേശിൻ്റെ ആണെങ്കിൽ ദീപക്കിൻ്റെ ആയിരുന്നു എങ്കിൽ ആ പന്ത് പണ്ടേ കാണാതായതായിരുന്നു. അതായത് 5 മാസം മുമ്പ്. അപ്പോൾ അത്രയും നേരം ആ മണ്ണിൽ കിടക്കുമ്പോൾ അത് ആ പൊടിപടലങ്ങളൊക്കെ കൊണ്ടിട്ട്
ചീത്തയായി കാണും ആ പന്ത് അല്ലേ, കാണാൻ നല്ല ഉണ്ടാവില്ല, ഇങ്ങനെ തിളക്കമൊന്നും ഉണ്ടാവത്തില്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല തിളക്കമൊക്കെ കണ്ടിട്ട് അറിയാം ഇത് പുതിയൊരു പന്താണെന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായി അത് ദീപകിൻ്റെ അല്ല എന്ന്. गेंद दिनेश को दी जानी चाहिए थी, उसने सच सच बता दिया था जबकि दीपक झूठ बोल रहा था. ദിനേശ് എല്ലാം സത്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, പക്ഷെ ദീപക്കോ എല്ലാം കള്ളവും. दीपक की गेंद 5 महीने पहले खोई थी जबकि दिनेश को मिली हुई गेंद नहीं थी. അത് തന്നെ ക്ലിയർ ആക്കുന്നുണ്ട്. ദീപകിൻ്റെ പന്താണെങ്കിലോ 5 മാസം മുമ്പാണ് കാണാതായത്. അപ്പോൾ അത് കാണാൻ എങ്ങനെ ഉണ്ടാവും, നല്ല പൊടിയൊക്കെ ആയിട്ട് നല്ല ചീത്തയായിട്ടുണ്ടാവും, കാണാനൊക്കെ ഭംഗി ഉണ്ടാവത്തില്ല, ചെളിയായിട്ടുണ്ടാവും. പക്ഷെ ദിനേശിന് കിട്ടിയ പന്ത് നല്ല പുതിയ പന്തായിരുന്നു, അതായത് നല്ല തിളക്കം ഉണ്ടായിരുന്നു. അത് പുതിയതാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ആണ് ആ പന്ത് ദിനേശിന് കൊടുക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം എന്ന് പറയുന്നത്. गेंद स्कूटर के साथ कहीं चली गई, उसके बाद गेंद के साथ क्या क्या हुआ होगा सोच कर बताओ. ഗെയിം പന്താണെങ്കിൽ സ്കൂട്ടറിൻ്റെ കൂടെ പോയി കാണാം, അതായത് സ്കൂട്ടറിൻ്റെ ആ നെറ്റ് ഗ്രില്ലിൽ കിടന്നത് ആ കുട്ടയിൽ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് കാണാതായി. അപ്പോൾ ഉസ്കെ ബാദ് ഗേന്ദ് കെ സാത്ത് സാത്ത് ക്യാ ക്യാ ഹുവാ ഹോഗ സോച്ച് കർ ബത്താവ്. അങ്ങനെയാണെങ്കിൽ ഗേന്ദ് അതിന് ശേഷം എന്തായി കാണും ഗേന്ദിന്, അതൊന്ന് ആലോചിച്ച് പറഞ്ഞോളൂ എന്ന്. സ്കൂട്ടർ വാലിനെ അപ്നെ ബച്ചോं को दे दी होगी, സ്കൂട്ടർ വാല തൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വേ ഉസ്സെ ഖേൽത്തെ ഹോങ്കെ, അവർ കളിക്കുന്നുണ്ടാവും. ഹോ സക്താ ഹൈ കി ഗേന്ദ് ഖേൽ ഖേൽ മേ ഖോ ഗയി ഹോ, വീണ്ടും കാണാതായി കാണും, ചിലപ്പോൾ ഫട്ട് ഗയി ഹോ, കീറി കാണും. അബ് ഭി ഉൻകെ പാസ് ഹോ, ഇപ്പോഴും അവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും. मान लो तुम्हारा कोई खिलौना घर में ही कहीं खो गया हो, വീട്ടിൽ തന്നെ എവിടെയെങ്കിലും കാണാതായെന്ന് വിചാരിച്ചോ. तुमने अपने साथियों को घर पर बुलाया है ताकि सब मिलकर उसे खोज ले. അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്, അതെല്ലാവരും കൂടെ ഇങ്ങനെ തപ്പിയെടുക്കണം അല്ലേ, അതിനായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് കളിപ്പാട്ടം നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മിൽക്കർ ഉസെ ഖോജ്ലെ, ഒരുമിച്ച്. തും അപ്നെ ഖിലോനെ की पहचान के लिए अपने साथियों को कौन कौन सी बातें बताओगी, അതായത് നിങ്ങളുടെ എന്താ ഖിലോനിക്ക് പെഹച്ചാൻ ആ കളിപ്പാട്ടം എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അടയാളങ്ങളാണ് കൊടുക്കുക. സാത്യം കോൺ കോൺ സി ബാത്തേം ബത്താവുക, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുക, ലിഖോ, അതായത് എഴുതുക, സ്വന്തം വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. गेंदों के अनेक रंग रूप होते हैं, अलग अलग खेलों में अलग अलग प्रकार की गेंदों का इस्तेमाल किया जाता है. അതായത് പന്തുകൾ തന്നെ കുറേ രൂപങ്ങളിലും പിന്നെ കളറിലും അല്ലേ, അതിൻ്റെ നിറങ്ങളിലും എല്ലാം വ്യത്യാസമുള്ള ടൈപ്പ് കിട്ടും. അലഗ് അലഗ് ഖേലോമേ അലഗ് അലഗ് പ്രകാർ കി ഗേന്ദോं का इस्तेमाल किया जाता है. അപ്പോൾ വെവ്വേറെ കളികളിൽ അതാതിൻ്റെ തരത്തിലുള്ള പന്തുകൾ, വെവ്വേറെ ടൈപ്പ് പന്തുകളാണ് ഉപയോഗിക്കാറുണ്ട്. ഇസ്തേമാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കപ്പെടുക, किया जाता है. नीचे दी गई जगह में खेलों के अनुसार गेंदों की सूची बनाओ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കളികൾക്കനുസരിച്ചിട്ടുള്ള പന്തുകളുടെ ലിസ്റ്റ്, സൂചി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിക്കറ്റ് കിർമിച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ കട്ടിയുള്ള തുണിയാണ് ഒരു തരം, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കിർമിച്ച് കി ഗേന്ദ് എന്നറിയത്തില്ല, ക്രിക്കറ്റിൻ്റെ ബോൾ. പിന്നെ ഫുട്ബോൾ ചമട, മറ്റേ തോല് കൊണ്ടുണ്ടാക്കിയതാണ്, അതായത് ലെതർ ഫുട്ബോൾ. പിന്നെ ഹോക്കി റബ്ബർ കൊണ്ടാണ് ഹോക്കി ബോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ടെന്നീസും റബ്ബർ കൊണ്ട്, വോളിബോൾ റബ്ബർ. ദിനേശ് ने तिमंजिली इमारत की ओर देखा, അങ്ങനെ 3 നില കെട്ടിടത്തിൽ നോക്കി. അപ്പോൾ ജിസ് ഇമാരത്ത് में 3 मंजिलें हों उसे तिमंजिली इमारत कहते हैं. അങ്ങനെ 3 നില ഉണ്ടെങ്കിൽ അതിന് 3 നില കെട്ടിടം തിമൻസിലി ഇമാരത്ത് എന്ന് പറയും. ബത്താവോ ഇനെ ക്യാ കഹെങ്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിന് എന്താ പറയുക എന്ന് ആൻസർ ചെയ്യും. ജിസ് മക്കാൻ में 2 मंजिलें हों അതിന് ദുമൻസില മക്കാൻ, അതായത് രണ്ട് ഫ്ലോർ ഉള്ളതിന്. ജിസ് സ്കൂട്ടർ में 2 पहिए हों 2 ടയർ ഉള്ളതിന് ദുപഹിയ സ്കൂട്ടർ. ജിസ് झंडे में 3 रंग हो 3 കളറുള്ള झंडा, അതായത് कोडी तिरंगा झंडा. ജിസ് ജഗഹ पर 4 राहें मिलती हो 4 വഴികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിന് ചൗരാഹ എന്ന് പറയും, ജംഗ്ഷൻ. അപ്പോൾ ജിസ് സ്കൂട്ടർ में 3 पहिए हो 3 ടയറുള്ളത് വണ്ടിക്ക് എന്താ പറയുക, സ്കൂട്ടറിൽ അതിനെന്താ പറയുക, തിപഹിയ സ്കൂട്ടർ, അതായത് 3 ടയറുള്ളത് തിപഹിയ സ്കൂട്ടർ. एक ही सब्जी या फल के नाम अलग अलग स्थान पर अलग अलग होते हैं. ഒരേ പച്ചക്കറിയും ഫ്രൂട്ട്സും ആണെങ്കിലും വെവ്വേറെ സ്ഥലങ്ങളിൽ വെവ്വേറെ പേരുകളിലാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ नीचे ऐसे कुछ नाम दिए गए हैं. अब सीताफल, कांदा, बटाटा, अमरूद, तोरी, शरीफा, काशी फल, बैंगन, नेनुआ, तरबूज, कुमड़ा, घिया,
അതൊക്കെയാണ് പേരുകൾ. അപ്പോൾ ബത്താവോ कि तुम्हारे घर शहर या कस्बे में इससे कौन कौन से शब्द इस्तेमाल किए जाते हैं. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ बताओ कि तुम्हारे घर या शहर या कस्बे में इनमें से कौन कौन से शब्द इस्तेमाल किए जाते हैं. ഇവരിൽ നിന്നും എന്ത് ശബ്ദങ്ങളാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ ബാക്കി നാമോं का इस्तेमाल किन किन स्थानों पर होता है पता करो. ബാക്കി പേരുകളുടെ സ്ഥാനം എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. सीताफल, अमरूद, तोरी, शरीफा, बैंगन, तरबूज, घिया दिल्ली में, कंदा गुजरात या मुंबई में, काशीफल उत्तर प्रदेश में, बटाटा गुजरात मुंबई में, कुमड़ा मतलब उत्तर प्रदेश या बिहार, फिर नेनुआ मतलब बिहार. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്